പച്ചക്ക് പറഞ്ഞ മോലെയും കുണ്ടിയൊക്കെ ഇത്ര മോശമാണോ? പച്ചക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് പറയുന്നത് ഇതും വൃത്തികെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു ശരീരം മോശമല്ല, അതൊന്നും മോശമല്ല, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഈ നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മൊത്തം തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുന്നത് ശരിയാണോ? അല്ല, നിങ്ങളുടെ സംഭവ വികാസങ്ങളൊക്കെയാണ്, നിങ്ങൾക്ക് കാണിക്കാം. പക്ഷെ ഇത് നീയൊക്കെ കണ്ടോ, ഞാൻ തുറന്നിട്ടേക്ക, കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് നല്ല കമന്റ് അടിക്കുമ്പോ പിന്നെ നീയൊക്കെ എന്ത് വൃത്തികേടാണോ പറയുന്നത് എന്ന് ചോദിക്കാൻ നിൽക്കല്ലേ. ഇത് ശ്രീലക്ഷ്മി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അലൻ ജോസ് പെരേരയോടെ അലൻ ജോസിനെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു, അവൻ ഇന്നു മുതൽ എന്റെ ഭർത്താവാണ്, അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധനം വന്നു. ആ സാധനത്തിലൂടെ വൈറലായതിനു ശേഷം പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റിൽ നിന്നു. അല്പധാരിയായ വസ്ത്രങ്ങൾ, അല്പധാരി എന്ന് പറഞ്ഞാൽ മറക്കേണ്ട സാധനങ്ങളൊക്കെ മറച്ചിട്ടുണ്ട്, എന്നാൽ കാണേണ്ട സാധനങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ വസ്ത്രധാരണത്തിലൂടെയാണ് പുറത്തു വന്നത്. യാതൊരു പ്രശ്നമില്ല, അവരുടെ ഇഷ്ടമാണ്. അവർക്ക് തോന്നുന്ന വസ്ത്രം അവർക്ക് ധരിക്കാം. അവർക്ക് വസ്ത്രം ധരിക്കേണ്ടത് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാം. അതിനൊക്കെ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നുണ്ട്. ഇവര് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവര് ഈ ശ്രീലക്ഷ്മി, നമ്മുടെ ജാസി, പൊന്നു സഖി എന്തിനോ പിണക്കമെന്നോ ഉടന്തരന്, ആ ജാസിയും കൂടെ ഒരു വിവാഹത്തിന് പോയപ്പോഴത്തേനും അല്ലെങ്കിൽ ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേനും അവിടെ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ച കുറച്ച് കാര്യങ്ങളാണിത്. ഇതിനകത്ത് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടടേ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മളെ ആദ്യമായിട്ട് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ, നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, നമ്മുടെ വീഡിയോ മുന്നോട്ട് നിങ്ങൾ തുടർന്ന് കാണുന്നില്ല. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുക. ഫേസ്ബുക്കിൽ അവരാത്തം കമന്റ് എടുത്തവരോടല്ല ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുക. നമുക്ക് ശ്രീലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ കേട്ടു തുടങ്ങാം. ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പം മുലക്കച്ച കെട്ടി വേണം, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ നിങ്ങൾ ചെയ്യും, നിങ്ങൾ അതൊക്കെ കെട്ടിവരും, എനിക്കറിയാൻ വരെ. ഇവരതെല്ലാം ചെയ്യുന്നവരാ. ഇവര് റീച്ചിന് വേണ്ടി എന്തും ചെയ്യും. ഇവര് ക്ലീവേജ് കാണിക്കും, ഇവര് മറ്റേ കച്ച കെട്ടിക്കൊണ്ട് വരും, ഇവര് ഉണ്ണിയാർച്ചയായിട്ട് മാറും, ഇവര് വാൾപ്പേറ്റ് നടത്തും, ഇവരെല്ലാം ചെയ്യും. ഇവരങ്ങനെയാണ്. എനിക്കറിയാം ഇവരെ, അല്ല എനിക്ക് നേരിട്ട് അറിയത്തില്ല, ഇങ്ങനെ നിങ്ങളെ പോലെ കണ്ടറിയാം. നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാനിടും. ഇതിപ്പോ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ശ്രീലക്ഷ്മിയുടെ ഏതൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംസാരം നിങ്ങൾ നോക്കിയാലും ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്താറുണ്ട്, നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പുള്ളിക്കാരുടെ കൊഞ്ഞണം കുത്തൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കണോ ഞാൻ? അല്ല, ഈ കാണുന്ന ജനങ്ങളെ ഞാൻ ബോധിപ്പിക്കണോ? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യാം, നിങ്ങളെ ബോധിപ്പിക്കണോ? ഇതാണ് പുള്ളിക്കാരുടെ കൊഞ്ഞണം കുത്തൽ പരിപാടി. എന്ത് പറഞ്ഞാലും ഉത്തരം മുട്ടെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ ബോധിപ്പിക്കണോ, നിങ്ങളെ ഞാൻ ബോധിപ്പിക്കണോ, അവരെ ഞാൻ ബോധിപ്പിക്കണോ? ഈ ബോധിപ്പിക്കണമാണ് പുള്ളിക്കാരി നിരന്തരമായിട്ട് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പൊ നമുക്ക് ബാക്കിയേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എന്റെ ശരീരം അല്ലെ, എന്റെ ശരീരമാണ്. അതെനിക്ക് ഇഷ്ടമുള്ളത് കാണിക്കാം. ഞാൻ അതെനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും, ഇഷ്ടമുള്ള ഡ്രസ്സ്. അങ്ങനെ ഇഷ്ടമുള്ളതുപോലെ കാണിക്കാൻ നമ്മുടെ നിയമപ്രകാരമായിട്ട് ഇവിടെ നടക്കത്തില്ല. നഗ്നതാ പ്രദർശനം കേസെടുക്കാൻ പറ്റുന്ന ഒരു കുറ്റമാണ്. അങ്ങനെ ഇഷ്ടമുള്ള പോലെ കാണിക്കാൻ പറ്റത്തില്ല. നമുക്ക് മറക്കേണ്ട സാധനങ്ങളൊക്കെ മറച്ച് കാണിച്ചുകൊണ്ടൊക്കെ നടക്കാം. അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ മറ്റൊരാൾ കാണാനാണല്ലോ നമ്മളിങ്ങനെ ഇടുന്നത്. അപ്പൊ മറ്റൊരാൾ അത് കണ്ടതിന് ശേഷം അയാള് നോക്കി എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ചിലക്കാൻ പാടില്ല. അയാള് എന്റെ സൗന്ദര്യം അയാൾ ആസ്വദിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നു. മീൻസ് ഞാൻ ഒരുങ്ങി ഇറങ്ങാനല്ല, അയാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു. അത് നീ കണ്ടോണം, പൊക്കോണം, നീ അവിടെ നോക്കാൻ പാടില്ല. എന്തൊക്കെയാണോ ഇഷ്ടമുള്ളത് കാണിക്കും. ഇവരെയൊക്കെ ബോധിപ്പിക്കണം, ഈ നാട്ടുകാരെയൊക്കെ ഞാൻ ബോധിപ്പിക്കണോ? പിന്നെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മൂലയിൽ കയറിയിരിക്കണോ? എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും. അച്ഛൻ മരിച്ചോണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പാടില്ല. ഇതൊക്കെ ഇവിടുത്തെ നിയമം. കുറെ പഴഞ്ച നിയമം കൊണ്ട് കുറെ ഫേസ്ബുക്കിൽ കുറെ അമ്മാവന്മാരും അമ്മാവിമാരും ഇറങ്ങിയിട്ടുണ്ട്, കുറെ കമന്റ് ഇടാൻ. വേറെ ഒരു പണിയില്ല നിങ്ങൾക്കൊന്നും. പച്ചയ്ക്ക് പറഞ്ഞ എന്റെ അവയവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോൾ ഞാൻ ക്ലീവേജ് കാണിക്കും, ചിലപ്പോൾ മുലക്കച്ച കെട്ടി വേണം, ചിലപ്പോൾ നാളെ വരും, ചിലപ്പോൾ ഞാൻ നേവൽ കാണിച്ചിട്ട് വരും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇടും. ഇതിപ്പോ ആരും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതൊക്കെ കാണിക്കണം, ജനങ്ങളെ അതൊക്കെ കാണിക്കണം. ജനങ്ങൾക്ക് കാണാൻ ആവലോടെ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് കാണിക്കാം, നിങ്ങൾ കാണിക്കണം. ഞാൻ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ അതെല്ലാം ചെയ്യണം. എല്ലാം ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അവനെന്നെ നോക്കി, ഇവനെന്നെ പിച്ചി എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുക്കണം. അല്ലെങ്കിൽ വന്നിരുന്നിട്ട് പറയണം, നിന്നെയൊക്കെ ബോധിപ്പിക്കണോ, എന്നെയൊക്കെ ബോധിപ്പിക്കണോ, അവനെയൊക്കെ ബോധിപ്പിക്കണോ, നമ്മളൊക്കെ ബോധിപ്പിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കണം കേട്ടോ. നമുക്ക് ശ്രീലക്ഷ്മി പറയുന്ന ബാക്കി മൊത്തം കുൽസിതമാണ് പറയുന്നത്. കുൽസിതം മാത്രമാണ് പുള്ളിക്കാരി ഈ സാധനത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കുൽസിതം നമുക്ക് കേൾക്കാം. ഉണ്ടാവും. എനിക്ക് സബ്ബുണ്ട്. സബിലൊക്കെ വന്നിരുന്ന് പേയ്മെന്റ് വിട്ട് കണ്ടിട്ടായിരിക്കും. കാണാൻ വേണ്ടി വലിയൊന്നും ഇല്ലടോ. ഞാനിങ്ങനെ പുറത്തു പോകുമ്പോൾ ഈ ക്ലീവേജ് കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയുള്ള അതിനകത്തും. സബ് അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം സബ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവരൊന്നും പഠിക്കണം, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവർക്ക് ഒരു 390 രൂപ കൊടുക്കണം. 390 രൂപ തോന്നുന്നു, എനിക്കറിയത്തില്ല ഇവരുടെ പേയ്മെന്റ് എത്ര ഒന്നും എനിക്കറിയത്തില്ല. ഒരു എക്സാമ്പിൾ 390 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രൈബിൽ ഇവർ ഇട്ടേക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എന്താ കുറച്ച് ഹോട്ട് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ പറഞ്ഞില്ലേ, എന്റെ സാധനം ഞാൻ കാണിക്കും, ആ സാധനം ഞാൻ നിങ്ങളെ കാണിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം, കാശ് തന്നിട്ട് നിങ്ങളത് കാണണം, എന്നിട്ട് കുറ്റം പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് ഞാൻ കേരളത്തിലാട്ടോ, കേരളത്തില് കാശ് തന്ന്
സ്ത്രീകളുടെ ശാരീരിക അവയവം കാണിക്കിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ബെഡ്സ് കേട്ടോ. എന്നിട്ട് വന്നിട്ട് നിങ്ങൾ വലിയ ഉത്തമ കളിക്കില്ല. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന എങ്ങനെയാ? നിങ്ങളുടെ ശരീരഭാഗങ്ങൾ തുറന്നു കാണിച്ച് അതിനകത്തൂടെ ശരീരഭാഗങ്ങളുടെ ചില ഭാഗങ്ങൾ തുറന്നു കാണിച്ച് അതിനകത്തൂടെ ആൾക്കാരെ അവരുടെ സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു ത്വരയെ ചൂർന്നെടുത്ത് അതിനകത്തൂടെ പൈസ ഉണ്ടാക്കുന്ന നിങ്ങളാണോ ഈ താളമൊക്കെ വിടുന്നത്? ബാക്കി പറ. അതൊക്കെ വന്നിരുന്ന് കണ്ടിട്ട് ഇപ്പുറത്ത് വന്നിട്ട് എന്നെ തെറിയും വിളിക്കും ആസ്വദിച്ചിട്ട്. അപ്പൊ ആസ്വദിക്കാൻ വേണം, ആരെങ്കിലും ഇങ്ങനെ കാണിച്ചാൽ അതിനെ തെറിയും പറയും. എന്റെ ആസ്വദിച്ചോ? ഞാൻ പൈസ മുടക്കി എന്റെ കാണിക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ കണ്ടോ? നിങ്ങൾ ആസ്വദിച്ചോ? എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കുറ്റം പറയില്ല കേട്ടോ. അങ്ങനെ ആസ്വദിക്കുന്നവന്മാര് കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആസ്വദിക്കാത്തവരായിരിക്കും കുറ്റം പറയുന്നത്. നിങ്ങൾക്ക് എന്തോ തുണി വേണേലും ഇടും, അത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അതിനകത്തൊന്നും നമ്മൾ ഇടപെടുന്നില്ല. എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു തുണിയിടും, അതിനകത്ത് ഞാൻ എന്റെ ശരീരഭാഗങ്ങൾ അവരെ കാണിക്കും. നീയൊക്കെ കണ്ടോണം. കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവന് അഭിപ്രായം പറയാൻ പാടില്ല, അവൻ മിണ്ടാതെ പോകണമെന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ പൊതിഞ്ഞു കെട്ടി നല്ല സുഖസുന്ദരമായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിൽ മാന്യമെന്ന് പറയപ്പെടുന്ന വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾ ഒരാൾ കമന്റ് അടിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ വൈകൃതം എന്ന് പറയാം. അല്ലാതെ എടാ കാണടാ എന്ന് പറഞ്ഞ് നടന്നിട്ട് കണ്ടിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ അവന്റെ പടലിക്കോട്ട് കയറ്റ കാര്യമില്ല. ഇനി നമുക്ക് പുള്ളിക്കാരിയുടെ കുറിച്ചും പറയുന്നത് നമുക്ക് കേൾക്കാം. പച്ചക്ക് പറഞ്ഞ മോലെയും കുണ്ടിയൊക്കെ ഇത്ര മോശമാണോ? പച്ചക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിപ്പോ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മറച്ചു വെച്ചിട്ട് അയ്യോ അങ്ങനെ പറഞ്ഞാൽ മതി. അതൊന്നും ഒരിക്കലും മോശമല്ല. അത് മോശമാണെന്ന് ആരാ പറഞ്ഞേ? നമ്മളുടെ പാർട്ട്ണറായിട്ടുള്ള ആളുടെ അടുത്ത്, നമുക്ക് വളരെ ഇന്റിമേറ്റ് ആയിട്ട് തോന്നുന്ന ആളുടെ അടുത്ത് കാണിക്കേണ്ട സാധനങ്ങൾ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നത് കുറ്റമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പുള്ളിക്കാരി വന്നിട്ട് ചോദിക്കും, ഞാൻ അങ്ങനെ എല്ലാം ഒന്നും കാണിക്കുന്നില്ലല്ലോ, നീ കണ്ടോന്ന്. ഞാൻ കണ്ടില്ല, എനിക്ക് കാണുകയേ വേണ്ട. ബാക്കി കേൾക്കാം. പറയുന്നതും വൃത്തികെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു സ്ത്രീയുടെ ശരീര അവയവങ്ങളൊക്കെ ഇത്ര മോശമാണെന്ന് പറയാൻ വേണ്ടിട്ട് എന്തുവല്ലേ? ഇതാരുടെ ഈ സ്ത്രീ ശരീര അവയവങ്ങൾ മോശമാണെന്ന് പറഞ്ഞത്? മോശമൊന്നുമല്ല. നല്ല 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 ശരീരാവയവങ്ങളൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അതിൻ്റെതായ ആവശ്യകതകളുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത് നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് നടക്കുന്നതാണ് പ്രശ്നം. നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് നടന്നിട്ട് നാട്ടുകാർ കുറ്റം പറയുമ്പോഴത്തേനും കടന്ന് പൊളിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ കാണിക്കുമ്പോൾ ആൾക്കാർ പറയും, നിങ്ങൾ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയത്തില്ല. ഈ പറയുന്ന അമ്മമാർക്കൊക്കെ ഭാര്യമാരില്ലേ? അവരൊക്കെ കണ്ണടച്ചിരിക്കുവായിരുന്നു ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട്. അല്ല, അവര് കണ്ണടച്ചിരിക്കുന്നില്ല. ഭാര്യയെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അവര് നിങ്ങൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവരുടെ ഭാര്യമാര് ഇത് നാട്ടിൽ കൂടെ പോകുന്നവരെല്ലാം കണ്ടോട്ടെ എന്ന് കരുതി നടന്നിട്ടില്ല. നിങ്ങളങ്ങനെ നടന്നിട്ടുണ്ടോ? നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെല്ലാം പറയുന്നത്, ഞാൻ പൊതുവെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്. ബാക്കിയേക്കാം ആയിരുന്നോ? ഈ പറയുന്ന എല്ലാ വീട്ടിലുള്ള അമ്മമാർക്കും പെങ്ങന്മാർക്കും ഭാര്യമാർക്കും എല്ലാവർക്കും ഈ സാധനങ്ങളൊക്കെ ഉള്ളതാ. അപ്പൊ അകത്തിരുന്ന് ആസ്വദിക്കുകയും ചെയ്യും, പുറമെ നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ പുറമെ വന്ന് കമന്റ് വിടും, തെറിയും വിളിക്കും. അതങ്ങനെയല്ലേ? സ്വകാര്യത കീപ്പ് ചെയ്യേണ്ടടുത്ത് സ്വകാര്യത കീപ്പ് ചെയ്യണം. സ്വകാര്യത നിങ്ങൾ ഒരു മരണ വീട്ടിൽ ബിക്കിനി ഇട്ടുകൊണ്ട് പോവോ? അല്ല, നിങ്ങൾ അത് ചെയ്യുമായിരിക്കും, എനിക്കറിയത്തില്ല. അത് നമ്മൾ പാലിക്കേണ്ട ഒരു ബേസിക് മര്യാദയാണത്. പ്രൈവസി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്രൈവസി ആയിട്ട് പ്രദർശിപ്പിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സാധനങ്ങളെല്ലാം പബ്ലിക് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അയ്യേ മോശം എന്ന് പറയും. നിങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചാലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ പറ്റും? അതെങ്ങനെ ശരിയോ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചാലും നിങ്ങൾ എല്ലാം എന്നെ പ്രോത്സാഹിപ്പിച്ചോണോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, രഹസ്യമായിട്ടിരുന്ന് കാണുന്നു, പരസ്യമായിട്ട് എന്നിട്ട് കുറ്റം പറഞ്ഞു. എന്നൊരു കാര്യം ചെയ്യും, പരസ്യമായിട്ട് ഇനി മുതൽ ലോകത്തുള്ള സ്ത്രീകളെല്ലാം തുണിയില്ല നടക്കാൻ പറയാം. ഇങ്ങനെ ഉണ്ടാവും അത്? ഇതൊക്കെയാണോ? എന്തിന്റെ ആവശ്യത്തിനാ? ഇതൊരു വൃത്തികെട്ട സാധനമൊന്നുമല്ല. സ്ത്രീകളുടെ ശരീരഭാഗങ്ങളൊന്നും വൃത്തികെട്ട സാധനമല്ല. സ്ത്രീകൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ള ഒരു സൗന്ദര്യം തന്നെയാണ് സ്ത്രീ ശരീരം. അതിനെ ഇത്ര കുറ്റപ്പെടുത്താനോ പുച്ഛിക്കാനോ വൃത്തികെട്ടോ, അയ്യോ എന്തൊരു വൃത്തികേടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. വൃത്തികേടെന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരഭാഗത്തിനെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരഭാഗത്തിനെയോ പുരുഷന്റെ ശരീരഭാഗത്തിനോ അല്ല വൃത്തികേടെന്ന് പറയുന്നത്. നിങ്ങളിടുന്ന വസ്ത്രത്തെ ആയിരിക്കണം പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ അവരുടെ കമന്റ് ബോക്സ് ഒന്നും നോക്കിയിട്ടില്ല. അവരുടെ കമന്റ് ബോക്സ് ഒന്നും നോക്കാനേ പറ്റത്തില്ല, ഈ ശോകം തന്നെ. അപ്പൊ അതിനെ ആയിരിക്കും വൃത്തികേടെന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീകളുടെ ശരീരത്തിന്റെ ഭാഗത്തിനെയോ പുരുഷന്റെ ശരീരഭാഗത്തിനെയോ ആരും വൃത്തികേടെന്ന് പറയാറില്ല. അത് നമ്മൾ പ്രദർശിപ്പിക്കുന്ന രീതിനെയാണ് വൃത്തികേടെന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും ശ്രീലക്ഷ്മി എത്രയും പെട്ടെന്ന് ഇല്ല, തുടക്കത്തിൽ പറഞ്ഞില്ല എന്തൊരു ഡ്രസ്സ് ഇടുമെന്ന്, ആ വീഡിയോ എത്ര പെട്ടെന്ന് പബ്ലിഷ് ചെയ്യും. വൈറലായിട്ട് തന്നെ നമുക്ക് നിൽക്കണം. എന്തായാലും ഞാൻ പറഞ്ഞ വിഷയങ്ങളോട് പലർക്കും വിയോജിപ്പുണ്ടാവും. നിങ്ങളുടെ വിയോജിപ്പുകൾ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ യോജിപ്പുകളും കമന്റുകളെ രേഖപ്പെടുത്തുക. ബൈ.